എൻ്റെ പേര് അനീഷ് കുട്ടി. ഇത് ലൗലി എന്ന സിനിമയിൽ CG VFX ഡയറക്ടറായിട്ടാണ് വർക്ക് ചെയ്തത്. ഫസ്റ്റ് ഡിസ്കഷൻ കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി, ഓക്കെ, മലയാള സിനിമ വേറെ എങ്ങോട്ടോ പോകാൻ തുടങ്ങുന്നുണ്ട്, അതൊരു രസമുള്ള സ്ഥലമായിരിക്കും. അപ്പോൾ തന്നെ ഞാൻ പിന്നെ ജോലിയെല്ലാം അപ്പോൾ തന്നെ പതിയെ വിട്ടു. ഈച്ചയുടെ ഭാഗങ്ങളെ കുറിച്ച് കൂടുതൽ ഇൻറ്ററാക്റ്റീവായും കൂടുതൽ ഡെപ്ത് ഉപയോഗിച്ചുകൊണ്ട് അവിടെ പ്ലേ ചെയ്യാമെന്നും, മറ്റുള്ള ഭാഗം ഒരു നോർമൽ സോഫ്റ്റായ ഒരു 3D ഓപ്ഷൻ, അങ്ങനെ നമ്മൾ തന്നെ ഒരു പേരിടുകയായിരുന്നു. ഇതൊരു സോഫ്റ്റ് 3D ഓപ്ഷനിലേക്ക് പോവാം, ഇത് ഇത്രയും കുറച്ച് എഫക്റ്റീവായിട്ട് കാണിക്കാം. അങ്ങനെ നമ്മൾ തന്നെ ടേം ചെയ്തിട്ട്, പറയാൻ എളുപ്പത്തിന് നമ്മൾ ഇട്ടൊരു ടേമാണ്, അങ്ങനെയൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അതാണ് നമുക്ക് കുറച്ച് എളുപ്പം. അങ്ങനെയാണ് നമ്മൾ ഈ രണ്ട് ഏരിയയും, ഈച്ചയുള്ള ഏരിയ വേറൊരു രീതിയിലും, ഇതില്ലാത്തടത്ത് നോർമൽ, ഇത് ഫുള്ള് 3D ആക്കേണ്ട ആവശ്യമില്ലേ സിനിമയിൽ. ഈ സ്റ്റോറി അങ്ങനെയല്ല ഡിമാൻഡ് ചെയ്യുന്നത്. സ്റ്റോറിക്ക് വേണ്ടിയാണ് സത്യം പറഞ്ഞാൽ 3D എന്നൊരു മീഡിയം പോലും നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഇതിനകത്ത്. ഓരോ സ്റ്റോറി പറയുമ്പോഴും ഇപ്പോൾ തന്നെ എസ്പെഷ്യലി ആ സോങ്, അതെല്ലാം ഫുള്ളി നമ്മൾ സ്റ്റോറി ബോർഡ് ചെയ്തു. എന്നിട്ട് അതിൻ്റെ 3Dയിലൊരു പ്രീവിസ്വലേഷൻ ഉണ്ടാക്കി. അത് എല്ലാവരും ഓക്കെ ആയതിന് ശേഷം, കാര്യം അപ്പോഴേ നമ്മുടെ DOP ആണെന്നുണ്ടെങ്കിലും ഡയറക്ടർക്ക് എല്ലാവരും, പിന്നെ ആക്ടറും എന്താ ചെയ്യണമെന്ന് അറിയില്ലല്ലോ അവിടെ വന്നിട്ട്. കാര്യം ഒന്ന്, ഈച്ച അല്ലെങ്കിൽ ലൗലി എന്നൊരു ക്യാരക്ടർ ഇല്ല അവിടെ. പിന്നെ ചാടാൻ പോകുന്നൊരു പൂവിനെ ഉള്ളിലാണ്, പൂവില്ല. എല്ലാം ഒരു ഉദ്ദേശം വെച്ചിട്ട് അങ്ങ് ചെയ്യലാണല്ലോ. അതുകൊണ്ട് തന്നെ ആ പ്രീവിയസ് കാണിക്കുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും, ഓ, എന്താണ് ഷോട്ടിൽ സംഭവിക്കാൻ പോകുന്നത്. അത് കൃത്യമായി എല്ലാ സോങ്ങും ഫുൾ പ്രീവിയസ് ചെയ്തിട്ടുണ്ട്. സ്റ്റോറി ബോർഡിങ് മുതലെല്ലാം ചെയ്തു. പിന്നെ മിക്കവാറും ഈച്ച വരുന്ന ലൗലി വരുന്ന എല്ലാ ഷോട്ടുകളും നമ്മളങ്ങനെ പ്രിവ്യൂസ് ചെയ്ത് ഒരു വെർഷൻ ഉണ്ടാക്കി. അത് ഓക്കെ ആയതിനു ശേഷമായിരുന്നു ഈ പ്രോസസ്സിലേക്ക് പോയത്. ക്യാരക്ടറിൻ്റെ അനിമേഷനിലോ മറ്റേ ഏരിയയിലോ ഉപയോഗിച്ചിട്ടില്ല. പക്ഷേ സിനിമയുടെ ഇൻട്രോ തുടങ്ങിയ സമയത്ത് അങ്ങനെ കുറച്ച് ഏരിയയിലൊക്കെ AI ഉപയോഗിച്ചിട്ടുണ്ട്. AI വെച്ചിട്ട് തന്നെ എൻ്റെ ഒരു ഡ്രീമുണ്ട്. ഒരു ക്യാരക്ടറിനെ നമ്മൾ പറയുമ്പോൾ തന്നെ നമ്മുടെ മാത്യു ആക്ട് ചെയ്യുന്ന പുള്ളി ഒരു ഡ്രീമർ പോലെയാണ്. അങ്ങനത്തെ ഒരു എഡ്ജി സ്ഥലമുണ്ട്. അപ്പോൾ പുള്ളിയുടെ ഒരു വിഷ്വൽസ് വരുന്ന സമയത്ത് ഒരു തരം ഡ്രീമിലേക്ക് പോകുന്ന പോലത്തെ ഒരു ഫീൽ ഉണ്ടാക്കി. ആ ഒരു ഏരിയയിൽ നമുക്ക് AIയിൽ ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. അങ്ങനത്തെ ഒരു ഇൻട്രോ സീക്വൻസൊക്കെ അങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. runway.ai അതൊക്കെ ഉപയോഗിച്ചിട്ട് തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര സക്സസ്ഫുള്ളായിട്ട് എല്ലാവർക്കും ഇഷ്ടമായി.